എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കുരുക്ക് മുറുകുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥനും കൈക്കൂലി വാങ്ങിയതായി വിജിലൻസിന് വിവരം കിട്ടി. 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് വിവരം. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഇതിപ്പോൾ അന്വേഷിക്കാൻ വന്നവർ കൂടുതലായി കുടുങ്ങുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എന്ത് പരാതിയാണ്, ആർക്കെതിരെയാണ് ഈ ഒരു തെളിവ് വരുന്നത്? ദിവിഷ്, കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നിരവധി പേരാണ് ഈ പണം നൽകിയവർ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ പണം നൽകാൻ നിർബന്ധിതരായ ആളുകൾ വിജിലൻസിനെ സമീപിക്കുന്നത്. അങ്ങനെ വിജിലൻസിനെ സമീപിച്ച ഒരു വ്യാപാരി അദ്ദേഹം നൽകിയ മൊഴിയാണ്. ആ മൊഴിയിൽ കൃത്യമായി തന്നെ വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് ED ഉദ്യോഗസ്ഥൻ നേരിട്ടാണ് അയാളിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമായ തെളിവ് വിജിലൻസിന് ലഭിച്ചത്. കൊച്ചിയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ ബന്ധപ്പെട്ട് അയാളുടെ നിർദ്ദേശപ്രകാരം, ഈ ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചാണ് ഈ വ്യാപാരി പണം കൈമാറിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ വിവരങ്ങൾ നൽകി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് ഈ വിജിലൻസ് ED ഉദ്യോഗസ്ഥൻ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ നേരിട്ടാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമായത്. അയാളുടെ ഫോൺ നമ്പർ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വ്യാപാരിയെ ബന്ധപ്പെട്ട ഫോൺ നമ്പർ അത് ഈ ED ഉദ്യോഗസ്ഥൻ്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ED ഉദ്യോഗസ്ഥൻ ആരാണെന്ന കാര്യം വിജിലൻസിന് വ്യക്തമായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങളടക്കം ഇതിനകം തന്നെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ അഴിമതി കേസിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത നിലവിലുണ്ട്. ദിവിഷ്.